ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെ നമ്മുടെ വ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്, കോപ്പി മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്കോപ്പ് ബോക്സ് ആർക്കിടെക്ചർ എങ്ങനെ ലിങ്ക് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ കുറേ എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് എല്ലാം നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്ത് നമ്മൾ ലെവൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലൈറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റംസ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് റൂം ടാഗുകളൊക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഇൻട്രഡക്ഷൻ തരാം. അത് നമ്മൾ നമ്മുടെ ലൈറ്റിംഗ് ലേഔട്ടോ അത് ഏത് ലേഔട്ടാണ് എടുക്കുന്നത് അത് എടുക്കുക. അപ്പം അനോട്ടേറ്റിൽ പോവുക. അനോട്ടേറ്റിൽ പോയിട്ട് ടാഗ് ആണെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ടാഗുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലിങ്ക് ചെയ്ത മോഡലിൽ എന്തൊക്കെ ടാഗുകൾ കൊടുത്തിട്ടുണ്ടോ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇൻക്ലൂഡ് എലമെന്റ്സ് ഫ്രം ലിങ്ക്ഡ് ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ലിങ്ക്ഡ് ഫയലിലുള്ള എലമെന്റ്സുകൾ നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അതിനകത്തുള്ള എലമെന്റ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വേണ്ടത് റൂം ടാഗ് ആണ്. അപ്പോൾ റൂം ടാഗ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, അപ്പം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിംഗ്സിനകത്ത് നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് റൂം ടാഗ് ഓഫ് ആണ് കിടക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ മോഡൽ കാറ്റഗറി പോയിട്ട് നമ്മുടെ റൂം ടാഗ്സ് ഓൺ ആണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കണ്ട റൂംസ് ഓഫായി കിടക്കുകയാണ്. അതിനുശേഷം നമ്മുടെ റിവറ്റ് ലിങ്ക് പോയി കസ്റ്റമിൽ പോയിട്ട് അവിടെ നമുക്ക് നോക്കണം അതിനകത്ത് റൂംസ് ഓൺ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ റൂം ഓഫ് ആണ്. അനോട്ടേഷൻ കാറ്റഗറി പോയിട്ട് റൂം ടാഗ് ഓക്കെ, അതെല്ലാം ഓക്കെ ആണ് കിടക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അനോട്ടേഷൻ കാറ്റഗറിയിലൂടെ പോയി നോക്കണം. അതിനകത്ത് നോർമൽ അനോട്ടേഷൻ കാറ്റഗറി പോയി നോക്കുക റൂം ടാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത്. ഓക്കെ, അതെല്ലാം ഷിഫ്റ്റ് ആണ്. അതിനുശേഷം അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൂം ടാഗ്സുകൾ ഇവിടെ വന്നു. നമ്മൾ ഒരു ടെംപ്ലേറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടെംപ്ലേറ്റുകളിലും ഇത് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റിംഗിൽ ഇതുണ്ട്. നമ്മൾ ജസ്റ്റ് ടാഗുകൾ കൊടുക്കുക. അടുത്തതിൽ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാഗുകൾ കൊടുക്കുക. ഏത് ടാഗാണ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ആ വ്യൂവിൽ ആ റൂം ടാഗ് വരും. അപ്പോൾ വീണ്ടും നമ്മൾ ആ സെറ്റിംഗ്സിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരിക്കലും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടാഗുകൾ കൊടുത്തു നമുക്ക് ഏത് ടെക്സ്റ്റാണ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ടാഗുകൾ ഇതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ പ്ലാനുകളിലും റൂം ടാഗുകൾ കൊണ്ടുവരാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ടെംപ്ലേറ്റിൽ പോയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇതിനകത്ത് പോയിട്ട് റൂംസുകൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാഗുകൾ റൂം ടാഗുകൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റൂം ടാഗ് അങ്ങ് പോകും. ഇതിനകത്ത് പോവുക. ഇതിനകത്ത് പോയിട്ട് നമ്മുടെ അനോട്ടേഷൻ കാറ്റഗറിയിലൂടെ പോയി റൂം ടാഗ് എന്നുള്ളത് ഓഫ് ചെയ്തിടുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൂം ടാഗുകൾ അതിനകത്ത് നോക്കും. ഇതിന് ശേഷം നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ലൈറ്റിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലികൾ നമുക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ലോഡ് ഫാമിലി പോയി നമുക്ക് ഏത് ലൈറ്റാണ് വേണ്ടത്. ഇപ്പം ഇതിനകത്ത് ഇപ്പം ആർക്കിടെക്ചറൽ ലൈറ്റിംഗ് സ്വിച്ച് ഒരു ഫാമിലീസ് ഇതിനകത്ത് എവിടെയാണ് കിട്ടുന്നത് ആ ഫാമിലീസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫാമിലി അങ്ങനെ ലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഏത് ഫാമിലി വേണമെങ്കിലും ലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്ത ഫാമിലീസിനകത്ത് കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട സിസ്റ്റം ടാബിൽ പോകുന്നു. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വർക്ക് സെറ്റ് ലൈറ്റിംഗ് ആക്കി ഇടണം. കാരണം നമ്മുടെ ഇപ്പം ചെയ്യുന്നതെല്ലാം നമ്മൾ ലൈറ്റിങ്ങിനകത്താണ് വരേണ്ടത്. അതിനുശേഷം നമ്മൾ സിസ്റ്റം ടാബിൽ പോയിട്ട് നമ്മൾ ലൈറ്റിംഗ് ഫിക്സർ നമുക്ക് ഇവിടുന്ന് ലൈറ്റിംഗ് ഫിക്സർ വേണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ലൈറ്റിംഗ് ഫിക്സറിൽ പോകുന്നു. ലൈറ്റിംഗ് ഫിക്സർ പോകുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ലൈറ്റിംഗ് എന്തൊക്കെ ഫാമിലീസ് ഉണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഒരുപാട് ഫാമിലീസുകൾ നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ഓക്കെ, എന്നാൽ ഈ ഫാമിലി നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ 2-3 ഓപ്ഷൻസ് വരും. ഒന്ന് വെർട്ടിക്കൽ ഫ്ലേസ്, ഒന്ന് വെർട്ടിക്കൽ ഫേസ്. നമുക്ക് വോളുകളിലൊക്കെയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് അതേ വെർട്ടിക്കൽ ഫേസിൽ അങ്ങനെ വെക്കാം. നമുക്ക് വേണ്ടത് ഇത് ഫേസ് ഓൺ ഫേസ് ആണെങ്കിൽ നമ്മൾ ഏത് സീലിംഗ് ലെവൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. വർക്ക് പ്ലെയിൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ കാണും. ആ പ്ലെയിനിലേക്ക് നമുക്ക് ലൈറ്റിനെ കൊണ്ടുവന്ന് വെക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇതാണ്. അതൊരു മിക്കവാറുള്ള ഫാമിലീസ് ഒക്കെ വർക്ക് പ്ലെയിൻ ബേസിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ഇവിടെയാണ് വേണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈറ്റ് ഇവിടെ വെക്കും. അടുത്ത ലൈറ്റ് ഇവിടെയാണ് വേണ്ടത്. നമുക്ക് അതൊക്കെ നമ്മുടെ ഡയലക്സ് കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ 4 ലൈറ്റാണ്, 5 ലൈറ്റ് വേണം. ഓക്കെ, അടുത്തൊരു ലൈറ്റ് നമുക്ക് ഇവിടെയാണ് വേണ്ടത്. അടുത്ത ലൈറ്റ് ഇവിടെയാണ് വേണ്ടത്. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡയലക്സ് കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ലൈറ്റുകൾ ഫിക്സ് ചെയ്യാം. അതിൻ്റെ കറക്റ്റ് അളവ് കൊടുത്ത് നമുക്ക് ലൈറ്റിംഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയമെൻഷൻസുകളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ലൈറ്റ് ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ 3D വ്യൂ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് പ്ലേസ് ആയതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3D വ്യൂ ഒക്കെ എടുത്ത് നോക്കണം. ജസ്റ്റ് ഇത് VV ചെയ്ത് നമുക്ക് ഈ സ്കോപ്പ് ബോക്സ് ആണ് കാണുന്നത്. സ്കോപ്പ് ബോക്സുകൾ ഓഫ് ചെയ്തിടുക. ലെവൽസ് നമ്മൾ ഓഫ് ചെയ്തിട്ടു. നമ്മുടെ ലൈറ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, നമ്മുടെ ലൈറ്റ് ഇവിടെ താഴെ വന്നിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ലൈറ്റുകളൊക്കെ ഇരിക്കുന്നത് താഴെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈറ്റുകളെല്ലാം സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഞാൻ നമ്മുടെ വർക്ക് പ്ലെയിൻ ബേസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ സീലിംഗിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ സീലിംഗിലാണ് വരേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുക്കുക, പിക്ക് വർക്ക് പ്ലെയിൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് വരേണ്ടത് അവിടെ കൊണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റെല്ലാം അവിടെ വന്നിട്ട് ആ സീലിംഗിൽ വന്നിരിക്കും. കറക്റ്റ് ഫിക്സ് ആയിട്ട് അത് സീലിംഗിൽ വന്ന് ലൈറ്റുകളായിരിക്കും. ഇതേപോലെ നമുക്ക് എല്ലാ ഫ്ലോറിലും നമുക്ക് എവിടെയൊക്കെ വേണം ലൈറ്റ് അവിടെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാം.
അപ്പം അതുപോലെ നമുക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ലൈറ്റുകൾ നമുക്ക് ഈ പ്ലാനുകളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിലിപ്പം ലൈറ്റിംഗ് ഓൾറെഡി ഫിക്സ് ചെയ്തു. നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് ടാഗുകൾ കൊടുക്കണം. ഓക്കെ, ലൈറ്റിംഗ് ടാഗുകൾ കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് അടുത്തൊരു ലൈറ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാനുള്ളത് കാണിക്കാം. വീണ്ടും നമ്മൾ ലൈറ്റിംഗ് ഫിക്സറിൽ തന്നെ പോയിട്ട് നമുക്ക് അടുത്തൊരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ലൈറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതേ പ്രോസസ്സിംഗ് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ ഡിഫാൾട്ട് എലിവേഷൻ വരും. നമുക്ക് എലിവേഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 2500 കൊടുത്തിട്ട് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ലൈറ്റുകൾ നമുക്ക് ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് ആണെങ്കിൽ അത്, റിസസർ ലൈറ്റ് ആണെങ്കിൽ അത്, അതെല്ലാം നമുക്ക് ഇങ്ങനെ അതേപോലെ ഒരേ പ്രോസസ്സിലൂടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് പലതരത്തിലുള്ള ലൈറ്റുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫാമിലി ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനികളിൽ യൂസ് ചെയ്യുന്ന ഫാമിലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി തീം ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന ഫ്രീ ഡൗൺലോഡഡ് റിവെറ്റ് ഫാമിലി കിട്ടുന്ന പ്ലേസസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ലൈറ്റിൻ്റെ പലതരത്തിലുള്ള കാറ്റലോഗ് അനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂസ് അല്ല ഫാമിലീസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈറ്റ് കിട്ടി, നമ്മളിതിനെ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് പ്ലെയിൻ കൊടുക്കുക. പിക്ക് പ്ലെയിൻ കൊടുക്കുന്നു. നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ വന്ന് ഫിക്സ് ആവും. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് ഇരിക്കുന്നത് ഇതിരിക്കുന്നത് ഇപ്പോൾ നേരെ തിരിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ സീലിങ്ങിലോട് ഫിക്സ്ഡ് അല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് ഫിക്സ്ഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു എക്സസൈസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക്